എൻ്റെ പേര് ഹരികിരൺ. ഞാൻ 2022 നീറ്റ് എഴുതിയതാണ്. ബ്രില്യൻറ്റിലത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് 2ാം വർഷം പഠിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് ഫേസിൽ കൂടെ പോകുമായിരിക്കും. ഒരു ലെസ് ദാൻ 1 മന്തേ ഉള്ളൂ ഇനി നീറ്റിന്. അപ്പോൾ മെയിൻലി എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മാക്സിമം ഒരു നീറ്റിന് ഒരു 2-3 ഡേയ്സിന് മുമ്പ് തീർക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഒരു കൺസൈസ് ടൈം ടേബിൾ ഉണ്ടാക്കുക. ഒരു എല്ലാ ടോപ്പിക്സും, എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കൂടെ ബ്രഷപ്പ് ചെയ്ത് വിടുക. അതുപോലെ തന്നെ ഇപ്പം ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അത് പ്രത്യേകം പറയണം. അതായത് നമ്മൾ അവസാനം ഇനിയിപ്പോൾ ഇരുന്ന് ഓരോ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ചെയ്യുക അങ്ങനെ ചെയ്ത് നോക്കാതെ, അതിപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു. നമ്മളതിൻ്റെ ഒരു സ്റ്റെപ്സോ അല്ലെങ്കിൽ ചെയ്യുന്ന രീതി ഒന്ന് നോക്കി വിട്ടിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങി പോവുക. ബയോളജി ആണെങ്കിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അങ്ങനത്തെ എല്ലാം ബ്രഷപ്പ് ചെയ്ത് വിടുക. ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്ത് വിട്ടാൽ കിട്ടിക്കോളും. നമ്മളിപ്പം ഈ ഒരു ടൈമിൽ മാക്സിമം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യണം. ഇപ്പം 3 വിഷയം ആയിക്കോട്ടെ, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതാകുമ്പം നീറ്റിൻ്റെ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് അങ്ങ് കിടന്ന് കളിച്ചോളും. പക്ഷേ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് അപ്പോൾ കിട്ടും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, തിയറി തന്നെ വായിക്കാതെ. ഇപ്പം സ്റ്റെപ്സ് ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഒത്തിരി കാൽക്കുലേഷൻസ് ഉള്ളതാണെങ്കിൽ ആ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് അധികം പോകാതെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ചെയ്യുന്ന രീതി നോക്കിയിട്ട് അങ്ങനെ ചെയ്യുക. ഇപ്പം ഫിസിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ബാക്കി വിഷയങ്ങളും ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതലായിട്ട് തന്നെ ചെയ്യുക. പിന്നെ ടെൻഷനൊന്നും ഇല്ലാതെ നന്നായിട്ട് എക്സാം എഴുതുക പോയിട്ട്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.